ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും പെപ്പർ മഷ്റൂമുമാണ്. തുടങ്ങിയാലോ? ബട്ടൂര ഉണ്ടാക്കാൻ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയാണ്. ഇനി 1 കപ്പ് ഗോതമ്പ് മാവ് കൂടി നമ്മൾക്ക് അതേ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടീസ്പൂൺ റവ കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. രണ്ട് സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾക്കിത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറായാലും കുഴപ്പമില്ല. നന്നായിട്ട് തുണി നനച്ച് അടച്ച് വയ്ക്കുക. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിൽ 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ സാദാ ജീരകം, ഇനി 1 സ്പൂൺ തന്നെ നമ്മൾക്ക് പെരുംജീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചൂടാറിയ ശേഷം നന്നായിട്ട് നമ്മൾക്ക് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ചിപ്പിക്കൂണാണ് നമ്മളിവിടെ പെപ്പർ മഷ്റൂമിനായിട്ട് എടുക്കുന്നത്. ചിപ്പിക്കൂൺ നന്നായിട്ട് കഴുകി ചെറിയ രീതിയിൽ നമ്മൾക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ കണ്ടോ, ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമ്മൾക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് 1/4 സ്പൂൺ ഗരം മസാല. ഒപ്പം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി നമ്മളിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളകും പെരുംജീരകവും ജീരകവും കൂടി പൊടിച്ചു വെച്ച ആ ഒരു പൊടി കൂടി ചേർത്തുന്നത്. ഒപ്പം തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നതാണ് അല്പം ലൈം ജ്യൂസ്. ഒരു 2 തുള്ളി നാരങ്ങ നീര് കൂടി ചേർത്ത ശേഷം നന്നായിട്ട് നമ്മൾക്ക് കൈകൊണ്ട് തന്നെ അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ ഉള്ളി. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 വലിയ ഉള്ളി എടുത്തോളൂ നിങ്ങൾ. ഉള്ളി ചെറുതാണെങ്കിൽ. വലുതാണെങ്കിൽ 1 വലിയ ഉള്ളി മതി കേട്ടോ. നന്നായിട്ട് നമ്മൾക്കിനി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 2 ചുവന്ന മുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് ഒപ്പം തന്നെ ഉള്ളിയുടെ ഒപ്പം തന്നെ വഴന്നോട്ടെ. ഒപ്പം 2 തണ്ട് കറിവേപ്പില കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ചുവന്ന മുളക് നമ്മൾ ആദ്യം തന്നെ ഇട്ടാൽ നന്നായിട്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ ചുവന്ന മുളക് അതിലേക്ക് ഇട്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നതാണ് ഒരു 3 പച്ചമുളക് കീറിയത്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇനി അതും കൂടി ചേർത്ത ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്തേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒപ്പം തന്നെ ഗരം മസാലയും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പെപ്പർ മഷ്റൂമാണ്. അതുകൊണ്ട് തന്നെ ഇനി ചേർത്തുന്നത് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ടാണ്
കുരുമുളകും ജീരകവും പെരുംജീരകവും കൂടി നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് വതക്കുക. മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് വതക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിമ്മിൽ വെക്കുക. ഇനി തക്കാളി കൂടി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കറിക്ക് നമ്മൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ചെറിയ രീതിയിൽ മസാല പുരട്ടി വെച്ച ആ കൂൺ ഇതിലേക്ക് നമ്മൾ ചേർത്താണ്. കൂണിൽ നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. ഒരു സെമി ഗ്രേവി കറിക്ക് വേണ്ട വെള്ളം ഈ കൂണിൽ നിന്ന് എന്തായാലും നമ്മൾക്ക് കിട്ടും. വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട ഈ ഒരു കറിക്ക്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താം. നേരത്തെ നമ്മൾ കൂണിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ചായിട്ടേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ബട്ടൂര ഉണ്ടാക്കിയാലോ? ഇനി നമ്മൾക്ക് കറി ഒന്ന് നോക്കാം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളതിലേക്ക് മല്ലിയില കൂടി, കഴുകി അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ. പെപ്പർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബട്ടൂര കൂടി ഉണ്ടാക്കിയ ശേഷം എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈ ഒരു ബട്ടൂരയും ചിപ്പിക്കൂൺ പെപ്പർ മഷ്റൂമും. പെപ്പർ മഷ്റൂം കറിയും എങ്ങനെയുണ്ട് നോക്കാം. ഉപ്പായിട്ട്